ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഫ്രാൻസിസ് കൂരത്ത് ജില്ലയിൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് വരികയാണ്. ഞാൻ ഇന്നിവിടെ വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. ഞാൻ ചെറിയൊരു വാർത്തയാണ്, വലിയ പ്രാധാന്യമുള്ള വാർത്തയല്ല. അതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതുപോലൊരു വാർത്ത ഒരു പത്രത്തിലും വന്നു കാണത്തുമില്ല. കാരണം അത്രയ്ക്കുള്ള പ്രാധാന്യമേ നമുക്കതിന് സാധാരണഗതിയിൽ തോന്നത്തുള്ളൂ. ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിലെ കോട്ടമുറി ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സ്ഥലം വിട്ടു നൽകിയ സമീപവാസിയായ ജെയിംസ് ലൂക്ക് കോട്ടയിലിനെ ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു. അതായത് കോട്ടയം കോട്ടമുറി എന്ന ഭാഗത്ത് ഒരു റോഡിൽ വെള്ളക്കെട്ടുണ്ടായപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് ഒഴുകിപ്പോകാനായിട്ട് ജനങ്ങൾ അവിടെ സമരമൊക്കെ നടത്തിയിരുന്നു. അപ്പം അതിന് സമീപവാസിയായ ഒരു നല്ല മനുഷ്യൻ ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള കുറച്ച് സ്ഥലം കൊടുത്തു. അതോടുകൂടി അവിടുത്തെ പ്രശ്നം അങ്ങ് തീരുകയാണ്. ഇതുപോലെ നമ്മുടെ കേരളത്തിന്റെ എവിടെയെല്ലാം വെള്ളക്കെട്ടുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഓടകളും മറ്റും അത് സമീപത്തെ ആളുകൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന്റെ അതിനെക്കുറിച്ചൊരു വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ പോയത് കൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അതങ്ങോട്ട് അടച്ചടച്ചെടുത്തു. കാരണം അവർക്ക് 1-2 അടി സ്ഥലം കൂടുതൽ കിട്ടാം എന്നുള്ളതിൽ തിരിച്ചെടുത്തു. പക്ഷെ നമ്മുടെ സർക്കാരിന് അതിനെ കൃത്യമായിട്ട് ആ ഓടകളെ നിലനിർത്തുന്നതിനോ മറ്റുമൊന്നും കൃത്യമായ രീതിയിലുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് MC റോഡിലടക്കം നിരവധി സ്ഥലത്ത് ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകൾ കാണുന്നത്. ഞാൻ 2-3 പ്രാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് ഈ വെള്ളക്കെട്ടുകളെ കുറിച്ച് FBയിലൊക്കെ പോസ്റ്റ് ഇട്ടതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിക് കാരണം അവിടെ ഉണ്ടായിരുന്ന ഓടകൾ നമ്മൾ അടച്ചുവിട്ടു എന്നുള്ളതാണ്. നമ്മൾ ചെറിയൊരു നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഓട കെട്ടണമെങ്കിൽ 2 പാർട്ടിക്കാർ തമ്മിലുള്ള ധാരണയാകണം, 2 പേരും അതിന്റെ ഷെയർ വഹിക്കണം എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓർക്കും എളുപ്പം ഇതങ്ങോട്ട് മണ്ണിട്ട് നികത്തിയേക്കാണെങ്കിൽ 2 പേർക്കും ആ സ്ഥലമേ എടുക്കാമല്ലോ. പെട്ടെന്ന് നോക്കുമ്പോൾ കാര്യം ശരിയാണെങ്കിലും പക്ഷെ അത് ഭാവിയിൽ അത് വളരെ ദൂഷ്യം ചെയ്യുകയാണ്. പല റോഡുകളുണ്ട്. ഈ വെള്ളത്തിനും മണ്ണിനും ഒക്കെ കൃത്യമായിട്ടും കിടക്കാനും പോകാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇവർ സ്വന്തമായിട്ടുള്ള വഴി അങ്ങ് വെട്ടിത്തെളിക്കും. അത് ഭയങ്കര അപകടമായിരിക്കും. പിന്നെ ഇപ്പൊ ചെറിയ റോഡിലെ വെള്ളക്കെട്ട് പോലെ തന്നെയാണ് മറ്റു പല ഭാഗങ്ങളും നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നതും അല്ലെങ്കിൽ വെള്ളം ഒഴുക്കി വിടാതെ ഒക്കെ ചെയ്യുന്നതൊക്കെ. മീനച്ചിരാറിലെ മണലൊക്കെ കൃത്യമായിട്ട് മാരിയിരുന്നെങ്കിൽ ഇന്നവിടെ നമുക്ക് അടുത്ത വേനൽ വരുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊന്നും ജലക്ഷാമം ഉണ്ടാകില്ല. പക്ഷേ അതൊക്കെ എന്തോ സ്വകാര്യ വ്യക്തികളെയൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ആ മണൽ അവിടെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ സർക്കാരുകൾ കണ്ണടച്ചു വിടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളാക്കേണ്ടി വരുന്നതും. ചെറിയ കാര്യമാണെങ്കിലും അദ്ദേഹം ചെയ്തത് വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ഈ സമൂഹത്തിനൊരു ദോഷം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നാളെ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സമൂഹവും ഒരു പരിഷ്കൃത സമൂഹമായി മാറുന്ന കാലം വിദൂരത്തല്ല. നിസ്സാരമായ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.